ഹായ് കൂട്ടുകാരെ, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ഒരു സന്യാസിനിയെ പോയി കാണുന്നുണ്ട് കേട്ടോ. ആ സന്യാസിനി ആണെങ്കിൽ നമ്മുടെ ശ്രുതി പറഞ്ഞിട്ട് ഇപ്രകാരം പറയുന്നുണ്ട്. ശ്രുതി പറയിപ്പിക്കുന്നതാണ്, നിങ്ങളുടെ മൂത്ത മകള് നിങ്ങളുടെ വീട്ടിലുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് യാതൊരുവിധ അപകടങ്ങളും ഉണ്ടാവില്ല. എന്നാൽ നിങ്ങളുടെ മൂത്ത മരുമകൾ എന്ന് പടിയിറങ്ങുന്നോ അന്ന് നിങ്ങളുടെ ജീവന് പോലും അപകടമാണെന്നൊക്കെ ഇങ്ങനെ പറയിപ്പിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ ഏകദേശം പിടിക്കപ്പെടാറായിട്ടുണ്ട്. ആ സമയമാണ് നമ്മുടെ ശ്രുതി എങ്ങനെയും ചന്ദ്രമതിയെ കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ നോക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് അങ്ങനെ പറയിപ്പിക്കുകയാണ്. തന്നെയല്ല, രാത്രി സമയത്ത് ഉറങ്ങുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ചുവന്ന ഡ്രസ്സ് വേണം ധരിക്കാനായിട്ട്. എന്നാൽ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ആദ്യം ഇതൊന്നും വിശ്വസിക്കുന്നേ ഇല്ല. ഇതൊക്കെ നിങ്ങൾ പറയുന്നത് വെറുതെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയൊക്കെ കിടക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതി ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി കിടന്നിട്ടാണെങ്കിൽ ചന്ദ്രമതിക്ക് ഉറക്കവേ വരുന്നില്ല. ആ സന്യാസിനി പറഞ്ഞതുപോലെ കാലൻ എന്നെ പിന്തുടരുന്നുണ്ടോ എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അങ്ങനെ ഒത്തിൽ ചന്ദ്രമതി പെട്ടെന്ന് തന്നെ ഒരു സ്വപ്നം കണ്ടിട്ട് ഞെട്ടി എഴുന്നേക്കുന്നുണ്ട്. കാരണം ആ കാലൻ വന്നിട്ട് നമ്മുടെ ചന്ദ്രമതിയെ ഇങ്ങനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതായിട്ടാണ് കേട്ടോ. ആ കാലൻ എന്ന സ്വപ്നത്തിൽ കണ്ടതാവട്ടെ നമ്മുടെ സച്ചിയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ രവീന്ദ്രനെ കൊണ്ട് മറ്റൊരു ഒരു സ്ത്രീയെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നതും നമ്മുടെ ചന്ദ്രമതി സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റ് ഭയങ്കര പരവേശത്തോട് കൂടിയിട്ട് അടുക്കളയിൽ പോയിട്ട് വെള്ളം കുടിക്കും, വീണ്ടും വന്ന് കിടക്കും. ചന്ദ്രമതിക്ക് എന്തെന്നില്ലാത്ത ഒരു ടെൻഷനും പേടിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും വന്ന് കിടക്കുന്നുണ്ടെങ്കിലും തിരിഞ്ഞു മറിഞ്ഞും കിടക്കുന്നിട്ടൊന്നും ചന്ദ്രയ്ക്കാണെങ്കിൽ ഈ കാലനെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ മനസ്സിൽ വന്ന് നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ സന്യാസിനി പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ ഒരു റെഡ് കളർ സാരിയൊക്കെ പോയി എടുത്തിട്ട് ഉടുക്കുന്നുണ്ട് ചന്ദ്രമതി. അതിനുശേഷം വീണ്ടും ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ നേരം വിളിക്കുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ഒരു ചീര വിൽക്കുന്ന ഒരു സ്ത്രീയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ്. ചന്ദ്രേ, നീ എപ്പോഴും പറയലില്ലേ ചീര കൂട്ടിയിട്ട് കുറേ ദിവസമായിന്ന്. ഞാൻ കയ്യോടെ ചീരക്കാരിയെ കൂട്ടിയിട്ട് നിന്നിട്ടുണ്ടെന്ന് പറയാണ് കേട്ടോ. എന്നാൽ നമ്മുടെ ചീരക്കാരിയെ കാണുമ്പോഴേക്കും ചന്ദ്രമതി പെട്ടെന്ന് തന്നെ ഞെട്ടിപ്പോവാണ്. കാരണം രാത്രിയിൽ ചന്ദ്രമതി കണ്ടല്ലോ രവീന്ദ്രനെ മറ്റൊരു സ്ത്രീയുമായിട്ട് വിവാഹം കഴിപ്പിച്ച് കൊടുത്തെന്നുള്ളത്. അത് ആ ചീരക്കാരിയാണ് കേട്ടോ. ഇതോടെ കാണുമ്പോഴേക്കും ചന്ദ്രയുടെ ആകെ റിലേ പോകണമെന്ന്, ഇവിടെ ചീരയൊന്നും വേണ്ട, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോണമെന്ന് പറഞ്ഞിട്ട് ആ ചീരക്കാരീനെ ഇങ്ങനെ ആട്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ രവിക്കാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ചന്ദ്ര നീ ഇത് ചീര വേണമെന്നും പറഞ്ഞിട്ട് ആ സ്ത്രീയെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും നീ ആട്ടി ഇറക്കുന്നോ? അല്ല രവിയേട്ടാ, എനിക്കിപ്പോൾ ചീരയൊന്നും വേണ്ട. പിന്നെ ആവശ്യമില്ലാതെ ഓരോ സ്ത്രീകളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയും വേണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നമ്മുടെ രവിയോട് പറഞ്ഞിട്ട് ചന്ദ്രമതി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എന്നാൽ ചന്ദ്രയുടെ ഈ മാറ്റം വീട്ടിലെല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന രേവതി ചോദിക്കുന്നുണ്ട്, അല്ല അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്? രാത്രി തന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. രാത്രിയിലാണെങ്കിൽ ഒരു സാരി എടുത്തോണ്ട് അടുക്കളയിലേക്ക് പോകും, വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, പിന്നെ വീണ്ടും സാരിയൊക്കെ മാറി എടുത്തോണ്ട് പോകുന്നുണ്ടല്ലോ, എന്താന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, അമ്മ എന്തിനാ രാത്രി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടക്കുന്നത്? അടുക്കളയിൽ പോയി ഡ്രസ്സൊക്കെ മാറുന്നുണ്ടല്ലോ, എന്താ പറ്റിയത്? ഞാനൊന്നും അങ്ങനെയൊന്നും നടന്നിട്ടില്ല, നിങ്ങളെ വല്ല ഉറക്കത്തിലും സ്വപ്നം കണ്ടതായിരിക്കും എന്നിങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചി വീണ്ടും മറുപടി കൊടുക്കുന്നുണ്ടോ, അപ്പൊ അമ്മ അറിയാതെയാണല്ലേ സംഭവിച്ചത്? എങ്കിൽ പിന്നെ ഈ ഉറക്കത്തിൽ നടക്കുന്ന ഒരസുഖം ഉണ്ടല്ലോ, സോമനാംബുരിസം, അങ്ങനെ വല്ല അസുഖം അമ്മയ്ക്ക് ഉണ്ടാവുമോ എന്നിങ്ങനെ പറയണം. നീ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയണ്ട കേട്ടോ. നീയൊക്കെ വല്ല സ്വപ്നം കണ്ടതായിരിക്കും, എനിക്ക് വേറെ ഒരസുഖമില്ല, എനിക്ക് സോമനാംബുരിസോ ഒരു മണ്ണാൻ കട്ടയില്ല, പിന്നെ നിനക്കൊക്കെ എന്താ കുഴപ്പമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്ക് രവിയും പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, ഞാൻ ഇന്നലെ തൊട്ട് ചന്ദ്രയെ ശ്രദ്ധിക്കുന്നുണ്ട്, നീ രാത്രിയിലൊക്കെ എഴുന്നേറ്റ് പോയിരുന്നല്ലോ, പിന്നെ നീ രാത്രി ഇട്ടിരുന്ന ഡ്രസ്സല്ലല്ലോ ഇപ്പം ഇട്ടിരിക്കുന്നത്, ഇപ്പം നീ റെഡ് കളറാണല്ലോ നീ ഇട്ടിരുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. അതെ, എൻ്റെ ദേഹത്ത് വെള്ളം വീണതുകൊണ്ട് ഞാൻ ആ ഡ്രസ്സ് ഒന്ന് മാറ്റി കൊടുത്താന്ന് പറയാണ്. അതാണോ കാര്യം എന്നിങ്ങനെ രവി ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ ശ്രുതിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ആ സന്യാസിനിയെ കൊണ്ട് പറയിപ്പിച്ചതാ അവർ തന്നെയാണല്ലോ. അതെ, എനിക്കൊരസുഖവും ഇല്ല, പിന്നെ എന്തെങ്കിലും ആവട്ടെ. ശ്രുതി നിങ്ങൾ എൻ്റെ കൂടെ പൂജാമുറിയിലേക്ക് വാന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് കേട്ടോ. ഈ സമയം സച്ചി ആണെങ്കിൽ രേവതിയോട് ചോദിക്കുന്നുണ്ട്, അതെന്താ ശ്രുതിക്കുമായിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പൂജ വഴിപാടോ വല്ലതും അമ്മ നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, ഞാൻ സച്ചിയേട്ടൻ്റെ കൂടെ തന്നെയല്ലേ നിൽക്കുന്നത്, എനിക്ക് എങ്ങനെ അറിയാം, എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്.
ശ്രുതി, നീ ഒരു കാര്യം ചെയ്. എന്തായാലും നീ വലിയ പണക്കാരി മരുമകളാണെന്ന് പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. ഞാനൊരു കാര്യം പറയാം. ഇന്ന് തൊട്ട് നീ സുധിയുടെ കൂടെ കടയിൽ പോകണം. എന്നിട്ട് എങ്ങനെയാണെന്നറിയില്ല ബിസിനസ് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കിയിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നിങ്ങനെ പറയാട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും സുധിയും ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആഹാ, അപ്പോൾ ആൻറ്റി എന്താ പറയുന്നത്? ഞാനിപ്പോൾ സുധിയുടെ കൂടെ കടയിലേക്ക് പോകണം. അത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പം എന്തായാലും സുധിയുടെ കൂടെ നീ കടയിലേക്ക് പോകണം, നല്ല രീതിയിൽ കച്ചവടം ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അമ്മ എന്തായാലും ഇങ്ങനെ സമ്മതിക്കുമെന്ന് എനിക്കറിയായിരുന്നു, നല്ല അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും ചന്ദ്രമതിയെ സോപ്പിടുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിൽ ശ്രുതി വീട്ടിൽ നിന്ന് പോയാൽ വല്ല ജീവഹാനിയോ സംഭവിക്കുമോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ ശ്രുതിയുടെ ട്രാക്കിൽ തൽക്കാലത്തേക്ക് നമ്മുടെ ചന്ദ്രമതി വീഴുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ദേവുവിനെയാണ് കേട്ടോ. ദേവുവിൻ്റെ അടുത്ത് വന്നിട്ട് അരുണിങ്ങനെ സംസാരിക്കുന്നുണ്ട്. നാളെ എന്തായാലും രജിസ്റ്റർ മാരേജിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നടന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നടക്കുന്നത് നമ്മുടെ രജിസ്ട്രേഷനാണ്. അപ്പോൾ നീ കൃത്യസമയത്ത് തന്നെ എത്തണമെന്ന് പറയണം. ഈ സമയം രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രേവതിയോട് അരുണും പറയുന്നുണ്ട്, രേവതി, ദേവുവിനെ നീ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കണം. ദേവുവിന് ഭയങ്കര ടെൻഷനാണെന്ന് പറയാണ്. ഇത് കേട്ടിട്ട് രേവതിയും പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും ഈ കാര്യത്തിൽ ഇവളെ ഇത്രയും തന്നെ സമ്മതിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. എനിക്കും നല്ല ടെൻഷനുണ്ട്. കാരണം സച്ചിയേട്ടനെ കൂടാതെ ഞാൻ ഒരു കാര്യവും സച്ചിയേട്ടനെ മറച്ചു വെച്ചിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എന്നാൽ ഇത് ആദ്യത്തേതാണ്. അത് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടെന്നിങ്ങനെ രേവതിയും പറയുന്നുണ്ട്. ഈ സമയം അങ്ങോട്ടേക്ക് ശരത്ത് ഓടി വരുന്നുണ്ട് കേട്ടോ. ഒരു സ്വീറ്റ്സ് ഒക്കെ കവറിനകത്ത് പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ ശരത്തിനെ കാണുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവർ അരുണിനോട് അങ്ങോട്ടേക്ക് മാറി നിൽക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ശരത്ത് ഓടി വന്നിട്ട്, ചേച്ചി സ്വീറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞിട്ട്, എന്താ നിനക്ക് ഇത്ര സന്തോഷം? അതെ ചേച്ചി, എൻ്റെ റിസൾട്ട് വന്നു, നല്ല മാർക്കോട് കൂടിയിട്ട് ഞാൻ പാസ്സായിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും രേവതിക്കും ദേവുവിനും ഒക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരത്തിനെ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ചിട്ട് സ്വീറ്റ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും എടുത്ത് വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്തായാലും അച്ഛൻ്റെ ആഗ്രഹം പോലെ നീ ഇതെല്ലാം നടന്നല്ലോ എന്ന് പറഞ്ഞിട്ട് രേവതിയും ഭയങ്കര സെൻറ്റിമെൻ്റലൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ രേവതി ചേച്ചി, ഞാൻ എന്തായാലും ഈ കാര്യം ആദ്യം പോയി സച്ചിയേട്ടനോട് പറയണമല്ലോ, ഞാൻ പോയി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ശരത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവർ ശരത്ത് പോയി കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടേക്ക് അരുണ് വരുന്നുണ്ട് കേട്ടോ. എന്താ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണല്ലോ? അതെ, ശരത്തിൻ്റെ റിസൾട്ട് വന്നു, നല്ല ഹൈ ക്ലാസ് മാർക്കോട് കൂടിയാ പാസ്സായിരിക്കുന്നത്. അതെന്തായാലും നന്നായി, ഈ സന്തോഷം ഇപ്പോൾ ഞാനും കൂടി അനുഭവിക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അരുണിനും ദേവു സ്വീറ്റ്സൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് സച്ചിയാണെങ്കിൽ കാർ സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ മീരയെ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പയ്യനുണ്ടല്ലോ, ആ പയ്യൻ ഇങ്ങനെ സച്ചിയെടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ നാളെ എൻ്റെ രജിസ്റ്റർ മാരേജ് ആണ്. അയ്യോ അതെന്താ പറ്റിയത്? നിൻ്റെ വീട്ടിൽ സമ്മതിച്ചില്ലേ അതോ മീരയുടെ വീട്ടിൽ സമ്മതിച്ചില്ലേ എന്നിങ്ങനെ ആശ്ചര്യത്തോടു കൂടിയിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല, എൻ്റെ വീട്ടിലും മീരയുടെ വീട്ടിലും എല്ലാവർക്കും സമ്മതമാണ്. പിന്നെ സച്ചിയേട്ടാ ഞങ്ങൾ ഓർത്തു വിവാഹത്തിന് വേണ്ടിയിട്ട് വെറുതെ ലക്ഷങ്ങൾ ഇങ്ങനെ കുടുംബത്തിന് ബാധ്യതയാക്കേണ്ട കാര്യമില്ലല്ലോ, അപ്പോൾ പിന്നെ സിമ്പിളായിട്ട് രജിസ്റ്റർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. എന്തായാലും അത് നന്നായി. അതെ, വിവാഹം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തേക്കിനെ ലക്ഷ്യങ്ങൾ വാരിവലിച്ച് ചിലവാക്കിയിട്ട് പിന്നെ അതിൻ്റെ പുറകെ എല്ലാവരും ഓടുന്ന കാലമായത്. എന്തായാലും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് ആ പയ്യൻ പറയുന്നുണ്ട്, സച്ചിയേട്ടാ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്താടാ? അതെ, എനിക്ക് രജിസ്റ്റർ മാരേജിനെ കുറിച്ച് ആ ഓഫീസിലെ കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അതുകൊണ്ട് സച്ചിയേട്ടൻ എൻ്റെ കൂടെ അന്ന് രാവിലെ അങ്ങോട്ടേക്കൊന്ന് വരണമെന്ന് പറയുന്നുണ്ട്. അതിനെന്താ, ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയമാണ് നമ്മുടെ ശരത്ത് ഓടി സ്വീറ്റ്സും കൊണ്ട് വരുന്നുണ്ട്. സച്ചിയേട്ടാ സ്വീറ്റ്സ് എടുക്കുന്നു പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ വരുന്നത്. സച്ചിയേട്ടാ എനിക്ക് നല്ല ഹൈ ക്ലാസ് മാർക്കോട് കൂട്ടിയിട്ട് ഞാൻ പാസ്സായി എന്നിങ്ങനെ ശരത്ത് പറയുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്താ മോനെ നീ പറഞ്ഞത്? അതെ സച്ചിയേട്ടാ, എനിക്ക് നല്ല മാർക്കോട് കൂടി പാസ്സായി, ഇപ്പോഴാണ് റിസൾട്ട് വന്നേ, അതിൻ്റെ ആ സ്വീറ്റ്സ് എന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സച്ചി സ്വീറ്റ്സ് എടുത്തിട്ട് ശരത്തിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ തന്നെ ഈ സ്വീറ്റ്സ് ആദ്യം കഴിക്കുക, പിന്നെ നമുക്കിത് ഇങ്ങനെയൊന്നും വെറുതെ ആഘോഷിച്ചാൽ പോരാ, വലിയ സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് നല്ലൊരു പാർട്ടി തന്നെ അറേഞ്ച് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ സച്ചി ഭയങ്കര സന്തോഷത്തോടു കൂടി പറയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ശരത്ത് പറയുന്നുണ്ട്, എന്തിനാ സച്ചിയേട്ടാ, അല്ലെങ്കിൽ തന്നെ സച്ചിയേട്ടനിപ്പോൾ നല്ല ബാധ്യതകളൊക്കെയാ, ഇതിനു വേണ്ടിയിട്ട് വെറുതെ കാശ് കളയണ്ടെന്നിങ്ങനെ ശരത്ത് പറയുന്നുണ്ട്.
അതെ, ഇതിനെക്കുറിച്ച് നീ ഒരഭിപ്രായം പറയേണ്ട. കാര്യം സന്തോഷങ്ങൾ വരുന്ന സമയത്ത് മനുഷ്യനെ എല്ലാം മറന്ന് സന്തോഷിക്കണം. അല്ലെങ്കിൽ എന്നും ഈ കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ പിന്നെ ഈ കാര്യങ്ങളെല്ലാം, ഇതിൻ്റെ കാര്യങ്ങളും ചെലവുകളും ഒന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഇതെല്ലാം നമുക്ക് സന്തോഷമായിട്ട് തന്നെ ആഘോഷിക്കണം അല്ലേ? ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ മനുഷ്യന് പരസ്പരം അടുക്കാനും ഒരു അവസരം ഉണ്ടാവുന്നതെന്ന് ഇങ്ങനെ സച്ചി പറയുമ്പോഴേക്കും നമ്മുടെ ശരത്തിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. എന്താ ശരത്തെ, നിനക്ക് എന്താ പറ്റിയെന്ന് ഇങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്. അല്ല സച്ചിയേട്ടാ, എൻ്റെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞാൻ ഡിഗ്രിയൊക്കെ ഉയർന്ന മാർക്കോട് കൂടി നേടിയിട്ട് നല്ലൊരു ജോലി മേടിക്കണമെന്നൊക്കെ. എന്നാൽ എൻ്റെ അച്ഛൻ ഇത് കാണാനായിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സച്ചിയേട്ടൻ പറയുമ്പോഴേക്കും എനിക്ക് ഒരുപാട് സന്തോഷമൊന്നുണ്ട്. കാരണം എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് സച്ചിയേട്ടൻ. ഞാൻ ഒരുപാട് സച്ചിയേട്ടനോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കുക സച്ചിയേട്ടാ, എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് നിങ്ങൾക്ക് വലിയ മനസ്സാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ശരത്തിങ്ങനെ കരയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ശരത്തിനെ ഇങ്ങനെ സച്ചി കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ രേവതിയെ വിവാഹം കഴിച്ച് ആ വീട്ടിൽ വന്നപ്പോൾ തന്നെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുന്നുണ്ട് ആ വീട്ടിലെ കാർന്നോനാണ് ഞാനെന്ന്. അപ്പോൾ ആ സ്ഥാനം ഞാൻ എപ്പോഴും മനസ്സിൽ കണ്ടിട്ടുണ്ട്. നിനക്കൊരു ജോലി മേടിക്കണം, പിന്നെ നമുക്ക് ദേവുവിൻ്റെ വിവാഹങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തണം. അന്ന് അത് കഴിയുമ്പോഴേ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ മാറൂന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ വീടാണ് കേട്ടോ. സച്ചിയും എല്ലാവരും തന്നെ വീട്ടിലുണ്ടായിരിക്കും. അങ്ങോട്ടേക്ക് ഭാമ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ ഭാമാൻറ്റി, എന്താ ഇപ്പോൾ? അതെ, ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് വന്ന. ആഹാ, ആണോ? എങ്കിൽ പിന്നെ പോകാനായിട്ട് വന്നാണെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഈ കവറിനകത്തെ ഒരു കോസ്റ്റ്യൂംസ് ഉണ്ട്, എനിക്കും ചന്ദ്രയ്ക്കും ഇടാനുള്ളതാ, ഞങ്ങൾക്കൊരു ഡ്രസ് കോഡൊക്കെ ഉണ്ട്, അപ്പോൾ പിന്നെ അതണിഞ്ഞിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റെഡിയാവാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞിട്ട് ഭാമ ചന്ദ്രയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്ക് രേവതി വന്നിട്ട് പറയുന്നുണ്ട്, ഭാമാൻ്റെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം നല്ല ഭംഗിയുണ്ടല്ലോ. അതെ, ഇതൊന്നുമല്ല മോളെ, ഇപ്പം ഞങ്ങൾ റെഡിയായി വരുന്ന കാണണം, ഇതിനകത്തുള്ളതേ അതിനേക്കാളൊക്കെ മേലെയാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ആഹാ, നീ റെഡിയായി വന്നോ? അതെ, റെഡിയായിട്ടൊന്നുമില്ല, നമുക്ക് രണ്ടുപേർക്കും റെഡി ആവണമെന്ന് പറഞ്ഞിട്ട്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതെ ചന്ദ്രേ, ഇതിനകത്തെ നമുക്ക് ചിന്താമണിയാണെങ്കിൽ തന്നുവിട്ട കോസ്റ്റ്യൂംസാണ് ഇതിനകത്തുള്ളത്. നീ എന്താ പറയുന്നത്? അതെ, അവളുടെ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രസ് കോഡ് തന്നു വിട്ടിട്ടുണ്ട്. ഡ്രസ് കോഡോ എന്ന് വെച്ചാൽ എന്താ? അതെ, നമ്മളെല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സാണെന്ന്, നമ്മുടെ പ്രായം മറന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നീ ഒരുങ്ങിക്കഴിയുമ്പോഴേ നീ തന്നെ കണ്ണ് തള്ളിപ്പോവും. ബാ, നമുക്ക് റെഡിയാവാന്ന് പറഞ്ഞിട്ട് ചന്ദ്രനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഭാമ. അങ്ങനെ ആ ഭാമയാണെങ്കിൽ ആ ഡ്രസ്സ് എടുത്ത് കാണിക്കുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അയ്യോ, ഇതെന്താണ് ഇത്? ഈ ഡ്രസ്സോ? ഇത് നമ്മൾ ചെറുപ്പകാലത്ത് ഇട്ടിട്ടുള്ളതല്ലേ, ഇപ്പോൾ ഇതൊക്കെ ഇട്ട നാണക്കേടാവില്ലേ? എന്ത് നാണക്കേട്? അവിടെ വലിയ വലിയ പാർട്ടീസാ ഫംഗ്ഷന് വേണ്ടി വരുന്നത്, അപ്പോൾ നമ്മൾ ഒട്ടും കുറയ്ക്കാൻ പാടില്ലല്ലോ. പിന്നെ നമുക്കിത്തിരി പ്രായമായെന്നല്ലേ ഉള്ളൂ, ഇതിടുമ്പോൾ ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ ഉണ്ടാവും. എന്തായാലും നീയൊന്ന് ഇട്ട് നോക്കെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട് കേട്ടോ. എന്നാലും അതെന്തെങ്കിലും ബോറാവുമെന്ന് ചോദിച്ചിട്ട് ചന്ദ്ര പറയുമ്പോൾ, അതൊന്നും സാരമില്ല, അവിടുന്നേ ഇവിടം വരെ എനിക്ക് ഇട്ടുകൊണ്ട് വരാനുള്ള മടി കൊണ്ടാ നിന്റെ അടുത്ത് വന്നിട്ട് റെഡിയാവാന്നും പറഞ്ഞിട്ട് ഞാനും വന്നേന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചിയും രവീന്ദ്രനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം സച്ചി രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ, അല്ല, അച്ഛനാണെങ്കിൽ ഈ ചെറുപ്രായത്തിൽ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും സമയത്ത് നമ്മുടെ വർഷ എവിടെയുണ്ട്. വർഷയാണെങ്കിൽ അവർ സംസാരിക്കുന്ന ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പരസ്പരം ചെറുപ്പകാലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചന്ദ്ര അങ്ങോട്ടേക്ക് റെഡിയായി വരുന്നത്. അങ്ങനെ ചന്ദ്രയെ ആദ്യം കാണുന്ന നമ്മുടെ സച്ചിയാണ് കേട്ടോ. അയ്യോ അച്ഛാ, അങ്ങോട്ടേക്ക് നോക്ക്, ഇതെന്താ ഇതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രവിയാണെങ്കിൽ പെട്ടെന്ന് ചന്ദ്രയെ കണ്ടതും പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുറേ നേരം അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ വർഷയും ശ്രീകാന്തും എല്ലാവരും ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പോഴേക്ക് എല്ലാവർക്കും കോഫിയൊക്കെ ആയിട്ട് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രയെ കാണുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഞെട്ടിയിട്ട് നമ്മുടെ രേവതിയുടെ കയ്യിൽ നിന്ന് ആ കോഫി തന്നെ അങ്ങ് തട്ടിമറിഞ്ഞു പോവാണ്. കോഫി തട്ടിമറിഞ്ഞ് താഴേക്ക് വീഴുന്ന സൗണ്ട് കേട്ടിട്ട് എന്താ ഇവിടെ ഒരു സൗണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സുധി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയ്യോ അമ്മ, എന്താ ഇത്? എന്താ അമ്മ ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചിട്ട് സുധി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. എന്താ ഇത് ഞങ്ങളുടെ ഡ്രസ് കോഡാ, ഇത് ഇപ്പോൾ ഇട്ടിട്ട് എന്നെ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുക കേട്ടോ നമ്മുടെ ചന്ദ്രമതി. അപ്പോഴേക്കും ശ്രുതിയും പറയുന്നുണ്ട്, ആൻറ്റി നല്ല ഭംഗിയുണ്ട്, ഈ കോസ്റ്റ്യൂമിനകത്ത് ആൻറ്റി നല്ല ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ പുകഴ്ത്തിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അയ്യേ എന്താ അമ്മ ഇത്, ഈ ഡ്രസ്സൊന്നും ഇട്ടിട്ട് പുറത്തേക്ക് പോകല്ലേ, വല്ല പട്ടിയും കണ്ടാലേ ഓടിച്ചിട്ട് കടിക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്.
അയ്യടാ അത് നിന്റെ അസൂയ കൊണ്ട് പറയാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. അല്ലേ രവിയേട്ടാ, എനിക്ക് ഈ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? നന്നായിട്ട് ചേരുന്നില്ല. ആ നല്ല ഭംഗിയുണ്ട് ചന്ദ്രൻ ഇങ്ങനെ പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്. അയ്യോ അച്ഛ, അച്ഛനും കൂടി ഇങ്ങനെ പറയുകയാണോ? എന്താ അച്ഛ ഇതെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ രവിയാണെങ്കിൽ അങ്ങോട്ട് മാറി നിന്നിട്ട് നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട്. അതെ, ഞാനിനി ആ കോസ്റ്റ്യൂം കൊള്ളത്തില്ലെന്നെങ്ങാനും പറഞ്ഞാലേ എനിക്ക് ഒരു തുള്ളി വെള്ളം കിട്ടില്ലടാ, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ നമ്മുടെ ശ്രുതി കൊടുത്ത ഒരു മാലയുണ്ട് കേട്ടോ, ഒരു സ്വർണ്ണമാല. അത് ശ്രുതിയാണെങ്കിൽ ചന്ദ്രനെ സോപ്പിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൻ്റണിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. എന്നാൽ ഇതൊന്നും നമ്മുടെ ചന്ദ്ര അറിയുന്നില്ല. അങ്ങനെ ശ്രുതി മേടിച്ച് കൊടുത്ത ആ മാല ഇട്ടുകൊണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ രവി പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഇത് നന്നായിട്ട് മാച്ചാവുന്നുണ്ട്. അപ്പോഴേക്ക് വർഷയും പറയുന്നുണ്ട്. എന്തായാലും ആൻറ്റി ഇത് നല്ല മാച്ചാണ്, ഈ മാല നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വർഷയാണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയും വന്നിട്ട് പറയുന്നുണ്ട്. ആൻറ്റി, ഈ മാല ആൻറ്റിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അത് പിന്നെ എനിക്കറിയാം, എനിക്ക് നന്നായിട്ട് ചേരുമെന്നും പറഞ്ഞിട്ട് ഭയങ്കര പോസിലൊക്കെ നമ്മുടെ ചന്ദ്രമതി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ഭാമയും പറയുന്നുണ്ട്. ചന്ദ്രേ, എന്തായാലും ഈ മാലയും കൂടി ഇട്ടപ്പോഴത്തേക്കിനെ നിന്റെ ലുക്കേ അങ്ങ് മാറി. ഈ മാല നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്ര തറയിലെങ്ങും അല്ല കേട്ടോ, ഭയങ്കര പവറിലൊക്കെയാണ്. അതെ, ഇനിയിപ്പോൾ സംസാരിച്ച് നിൽക്കാൻ സമയത്ത് ഫംഗ്ഷൻ എത്തണ്ട, ഭാമയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി വീണ്ടും പറയുന്നുണ്ട്. അയ്യോ അമ്മേ, അച്ഛ അതിട്ടോണ്ട് പോകല്ലെന്ന് പറ, വല്ല പഴയപ്പട്ടിയും ഓടിച്ചിട്ട് കടിക്കും, ഇതിട്ടോണ്ട് പോകല്ലെന്ന് പറയാണ്. അപ്പോഴേക്കും രവിയും പറയുന്നുണ്ട്. അതല്ലേ ഒരു കാര്യം ചെയ്യും, നീ ഒരു ഒരു ബെഡ്ഷീറ്റോ വല്ലതും എടുത്തിട്ട് പുതച്ചുകൊണ്ട് പോകുന്നു പറയാണ്. അയ്യോ അതെന്തിനാ, ഞാനിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനാണോ ഞാനിപ്പം മറ്റുള്ളവരെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഡ്രസ്സ് ഇട്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്. അല്ല, ഇതിപ്പോൾ ആൾക്കാരെന്തെങ്കിലും പറഞ്ഞാലോ? അതെ, ആൾക്കാരൊന്നും അല്ലല്ലോ എനിക്ക് തിന്നാൻ വേണ്ടി തരുന്നത്, എനിക്കിപ്പോൾ ആരെന്ത് പറഞ്ഞാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് ഭയങ്കര പവറിൽ ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും കൂടി ഇങ്ങനെ കടയിലിരിക്കുകയാണ്. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി, നമുക്ക് എവിടെയെങ്കിലും ഹണിമൂൺ ഒന്ന് പോയാലോ, വല്ല കൊടൈക്കനാലും പോയാലോ, ഞാനൊരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്യാമെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്. അയ്യോ കൊടൈക്കനാലോ, അതോ അമ്മയോട് പറയാതെയോ? അമ്മയോട് പറയാൻ, ഈ കാര്യങ്ങളൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര പേടിയാന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്താ ശ്രുതി ഈ പറയുന്നത്? ഞാനേ അമ്മയൊന്നുമില്ലല്ലോ വിവാഹം കഴിച്ചിരിക്കുന്നത്, ഇത്ര പേടിയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ വിവാഹം കഴിച്ചെന്നിങ്ങനെ ശ്രുതി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി പിണങ്ങുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്. പിണങ്ങാതെ ശ്രുതി, അതെ ഞാനൊരു കാര്യം ചെയ്യാം, അമ്മയോട് എന്തെങ്കിലും പറഞ്ഞിട്ടേ നമുക്ക് എന്തായാലും ആ ഹണിമൂൺ ട്രിപ്പ് അങ്ങ് പോകാം, നീ വിഷമിക്കാതെ എന്ന് പറയാട്ടോ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. ഈ സമയം ഒരു കൊറിയർകാരൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സാരിയാണ് ഓർഡർ ചെയ്തത്. അപ്പോഴേക്കും ശ്രുതി കേൾക്കുന്നുണ്ട്. ഇതിപ്പോൾ നീ ഓർഡർ ചെയ്തതാ, ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി നോക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്. അതെ, ഇത് എനിക്കല്ല, ഞാൻ ആൻറ്റിക്ക് വേണ്ടി ഓർഡർ ചെയ്തതാ, അത് കണ്ടപ്പോൾ ആൻറ്റിക്ക് നന്നായിട്ട് ചേരുമെന്ന് എനിക്ക് തോന്നി. അതെന്തായാലും നന്നായി ശ്രുതി, നമുക്ക് ഈ സാരി കൊടുത്തിട്ട് അമ്മയെ സോപ്പിട്ടിട്ട് ഹണിമൂണിന്റെ കാര്യം പറയാം, അപ്പോൾ അമ്മയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക് കോൾ വരികയാണ്. ആദ്യമാണ് കേട്ടോ വിളിക്കുന്നത്. എന്നാൽ അതെ, എനിക്കൊരു ക്ലയൻറ്റ് ഫോൺ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് നിന്ന് മാറിപ്പോയാണ് സംസാരിക്കുന്നത്. അങ്ങനെ എന്താ ആദ്യം എന്ന് ചോദിക്കുമ്പോൾ, ആൻറ്റി എനിക്ക് ആൻറ്റിയെ കാണണം, ഇന്ന് തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കട്ടെ, ഞാൻ വരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്. ശ്രുതി, എനിക്കൊരു ക്ലയൻറ്റ് വിളിച്ചിട്ടുണ്ട്, അത് നല്ലൊരു കോസ്റ്റ്യൂമാണ് വന്നിരിക്കുന്നത്, ഒരു വിവാഹ റിസപ്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ എനിക്ക് ആ മേക്കപ്പ് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്. എന്താ ശ്രുതി ഇത്, നീയല്ലേ ഇപ്പോൾ ട്രിപ്പ് പോകണം, നമുക്ക് കുറേ സമയം തനിയെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നീ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഇത് മുടക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ശ്രുതി പറയുന്ന സമയത്ത് ശ്രുതിക്ക് പിന്നീട് അതിനകത്തൊന്നും മറുത്തു പറയാനില്ലല്ലോ. അങ്ങനെ വീണ്ടും പോയി മാറി സംസാരിച്ചിട്ട് അമ്മയെ വിളിച്ചിട്ട് ശ്രുതി പറയുന്നുണ്ട്. അമ്മേ, എനിക്ക് എന്തായാലും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ ഇടയ്ക്ക് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട്. അയ്യോ മോളെ, നീ എന്താ പറയുന്നത്? ആദ്യയോട് നീ വരാമെന്നല്ലേ പറഞ്ഞത്, അവന് വേണ്ടിയിട്ട് നീ ഇത്തിരി സമയമെങ്കിലും കണ്ടെത്തണ്ടേ, അവനെ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുമല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് അവനെ ഒന്ന് സമാധാനിപ്പിക്കുക, നീ തന്നെ നേരിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശ്രുതി വീണ്ടും ആദ്യയെ വിളിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് ഫോൺ വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഫംഗ്ഷനിൽ എത്തിയിട്ടുണ്ടല്ലോ.
അങ്ങനെ ആ ഫംഗ്ഷനിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണുമ്പോഴേക്കും ചന്ദ്രയും ഭാമയും ഇങ്ങനെ കണ്ണ് തള്ളി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രയെ കാണുമ്പോഴേക്കും ആ സുഹൃത്ത് ഓടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അതെ, ഇതാണ് എൻ്റെ ഡാൻസ് മാസ്റ്റർ. ഇവർ ഭരതനാട്യമൊക്കെ നന്നായിട്ട് കളിക്കും. ഇതുവരെ പോലെയുള്ള അരച്ച് കലക്കി കുടിച്ചവരെ ഇപ്പോഴങ്ങ് കാണാനേ കിട്ടത്തില്ല. അതുപോലെ എല്ലാവർക്കും പഠിപ്പിച്ചും കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ ചന്ദ്രയെ ഭയങ്കര പുകഴ്ത്തിക്കൊണ്ട് അവർ പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കുമായിട്ട് ചന്ദ്രയെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഈ സമയം വയസ്സായ സ്ത്രീകളും അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ചന്ദ്രയെ പോലുള്ള അവരുടെ ആ ഡ്രസ് കോഡ് തന്നെയാണ് കേട്ടോ കോസ്റ്റ്യൂമായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്ര വന്നിട്ട് എല്ലാവരും ഇങ്ങനെ ആണോ, ഡാൻസ് മാസ്റ്റർ ആണോ, ഞങ്ങൾക്കും ഡാൻസ് പഠിക്കണം എന്തായാലും എന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾ ഭയങ്കര സുന്ദരിയാ, നല്ല ഡാൻസ് കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എല്ലാവരും പുകഴ്ത്തുവാണ്. നമ്മുടെ ചന്ദ്ര അപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം അവിടെ ഉള്ളവരെല്ലാം വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഡാൻസ് കളിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയാണ്, അതെ, ആർക്ക് വേണമെങ്കിലും ഞാൻ ഡാൻസ് പഠിപ്പിച്ചു തരാം. അതെ, ഈ പ്രായം വെറും സംഖ്യ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും അതിന് മനസ്സ് കളയണ്ട. എല്ലാവരെയും ഡാൻസൊക്കെ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര പവറിൽ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ ചിന്താമണി പറഞ്ഞ അനുസരിച്ചിട്ട് ഒരു ഡാൻസൊക്കെ കളിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചന്ദ്രമതി തന്നെയാണ് ആ ഡാൻസിന് നേതൃത്വം നൽകുന്നത്. എല്ലാവരും ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു ഭയങ്കര കാശുകാരിയായിട്ടുള്ള ഒരു സേട്ടുവിൻ്റെ ഭാര്യയാണ് കേട്ടോ അവരങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്കും ആ സുഹൃത്ത് ഓടിപ്പോയിട്ട് ഇങ്ങോട്ടേക്ക് അവരെ ഭയങ്കരമായിട്ട് സ്വീകരിച്ച് വരികയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ ഡാൻസ് മാസ്റ്റർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ നമ്മുടെ ചന്ദ്രമതി ഈ മാലയ്ക്ക് ഇങ്ങനെ പിടിച്ചിട്ടിട്ട് ഭയങ്കര പവറിൽ നിൽക്കുകയാണല്ലോ. അപ്പോഴേക്കും പെട്ടെന്ന് ആ സ്ത്രീയുടെ കണ്ണുകൊടുക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയുടെ മാലയിലേക്കാണ്. ഈ മാലയിലേക്ക് ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കുന്നത് കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി വീണ്ടും ഈ മാലയ്ക്ക് ഇങ്ങനെ നേരെ പിടിച്ച് പുറത്തേക്ക് എടുത്തിടുകയാണ് കേട്ടോ. എന്നാൽ ആ സ്ത്രീയാണെങ്കിൽ വീണ്ടും പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, ആഹാ കൊള്ളാലോ, ഈ മാല നിങ്ങൾക്ക് എവിടുന്ന് മേടിച്ചാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് വരാൻ പോകുന്നത് ഭയങ്കര ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളാണ്. ആ ചന്ദ്രമതി നമുക്ക് ചന്ദ്രമതിക്ക് ആ മാല കൊടുത്തത് ശ്രുതിയാണല്ലോ. അപ്പൊ ആ മാല വന്നത് വേറൊരു വഴിയിൽ നിന്നാണ്. അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ബാക്കി കാണും വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.